സുധിയെ കാണാനായിട്ട് ശ്രുതി ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളെ ഇവിടെ നിൽക്കണ്ട, നീ സ്നേഹം നടിച്ച് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വിടുന്നുണ്ട്. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഏലസ് കെട്ടിയിട്ടും എന്നോട് ശ്രുതിക്ക് ഒരു സ്നേഹമല്ല, എപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവു ഹെൽമെറ്റ് ഇല്ലാതെ വരുമ്പോൾ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അരുണാണ് ഉണ്ടാവുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഹെൽമെറ്റ് ഇടാതെ എന്തിനാണ് വന്നത്, അതുകൊണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ്, ഹെൽമെറ്റ് മേടിച്ചിട്ട് ഞാൻ വണ്ടി എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹെൽമെറ്റ് ഇടാത്തതിന് ഫൈൻ അടിച്ച് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവുവിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവൾ ഫൈൻ അടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി വന്നിട്ട് ഡോക്ടറുടെ വീട്ടിൽ പൂവെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വർഷയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയണ്ട, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾക്ക് എന്താ അസുഖം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി അറിഞ്ഞില്ലേ, അപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും പറയാറില്ലേ അവൾ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ സർപ്രൈസായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ന് പറയണം. അപ്പോൾ അത് കേട്ടതും രേവതി സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്, വർഷ പ്രഗ്നൻ്റ് ആണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് അറിഞ്ഞു, നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ശ്രീകാന്തും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സർപ്രൈസായിട്ട് വെക്കാനായിരിക്കും, നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രമതി തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ സുധിയുടെ കയ്യിൽ ഇസ്തിരി പെട്ടി തട്ടുന്നുണ്ട്. അപ്പോൾ അമ്മയായിട്ട് വഴക്കിടുന്നുണ്ട്. അമ്മ നോക്കി ചെയ്യണ്ടേ, ഇസ്തിരി പെട്ടി ഓണാക്കിയിട്ടാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഏലസ് കെട്ടിയ പിന്നെയാണ് ഇവനിങ്ങനെ മാറ്റം സംഭവിച്ചത്, ഈ ഏലസ് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഏലസൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടെ വരുന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എനിക്കെങ്ങനെ അറിയാനോ സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. ചന്ദ്രമതിയും രവിയും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്ത് ഒരു അച്ഛനാകാൻ പോകുന്നു, പക്ഷെ നമ്മളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും സച്ചിയേട്ടനെ, അല്ലാതെ അവൾ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ പൂ കൊടുക്കാൻ പോയ അടുത്ത ഡോക്ടർ പറഞ്ഞു വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആവുന്നുണ്ട്, അവനെ പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീകാന്തിനെ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇത്രയും നല്ലൊരു ന്യൂസ് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിൻ്റെ ഭാര്യ നിൻ്റെ അടുത്ത് പറയാതിരുന്നത്, ആദ്യം നിന്നെയല്ലേ വിളിച്ചറിയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.